CMOയും ഒരു ജൂനിയർ ഡോക്ടറുമാണ് അമ്മുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ പരിശോധിച്ചത്. ബ്ലഡ് പ്രഷർ ലെവൽ താഴെയാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് BP വല്ലാതെ കുറയുന്നെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ബ്ലഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ആശുപത്രിയിൽ ആ കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാനുള്ള സംവിധാനമില്ലായിരുന്നു. 1 ലക്ഷത്തിനടുത്ത് ശരാശരി അയ്യപ്പ ഭക്തരെത്തുന്ന ശബരിമലയിൽ ഒരു ജനറൽ ആശുപത്രിയിൽ ബ്ലഡ് കൊടുക്കാനുള്ള സംവിധാനമില്ല. 1. 2, ഗുരുതരമായ അവസ്ഥയിലെത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ സാധിക്കാത്ത ഡോക്ടർമാരെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആശുപത്രി പൊളിച്ചിട്ടിട്ട് നമുക്കറിയാം മാസങ്ങളായി പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്നുള്ളത് ജില്ലാ ആശുപത്രിയാണ് കോഴഞ്ചേരി. അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു സാധാരണ ലാബിൽ നടത്തുന്ന ടെസ്റ്റ് പോലും കണ്ടക്ട് ചെയ്യാൻ സാധാരണക്കാരൻ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിലോ സംവിധാനങ്ങളില്ല എന്നുള്ളിടത്താണ് ഈ ആരോഗ്യ വകുപ്പിന്റെ ഓഫീസിലേക്ക് ABVPയുടെ മാർച്ച് നമ്മൾ സംഘടിപ്പിച്ചത്. ഇതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല. ABVP ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് കീഴിലും പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല. വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന നേരം ഒരുമിച്ച് നിൽക്കുവാൻ എല്ലാ വിദ്യാർത്ഥി സംഘടനകളോടും ABVP ആവശ്യപ്പെടുകയാണ്. തുടർ സമരങ്ങളിൽ നിങ്ങളുടെ പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇതിലെ ദുരൂഹതകൾ മുന്നോട്ട് കൊണ്ടുവരുവാൻ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും തയ്യാറാവണം. കഴിഞ്ഞ ദിവസം KSUവിന്റെ മാർച്ചുണ്ടായിരുന്നു, SFIയുടെ മാർച്ചുണ്ടായിരുന്നു. ഈ ഗുരുതരമായ അനാസ്ഥ മനസ്സിലാക്കിയ വിദ്യാർത്ഥി സമൂഹം KSU എന്നോ SFI എന്നോ ABVP എന്നോ ഉള്ള ബാനറിൽ അല്ലാതെ തന്നെ ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട സമയം അതിക്രമിച്ചു. SFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായ പ്രകാരം ഒരു പെൺകുട്ടിക്ക് മാന്യമായ രീതിയിൽ പഠിക്കാൻ ഈ കോളേജിൽ സാധിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. കടുത്ത ഭാഷയിൽ ഈ കോപ്പെല്ലാം കൂടി കത്തിക്കുകയാണ് വേണ്ടത് എന്ന് ആഹ്വാനം ചെയ്തത് പത്തനംതിട്ട SFI ജില്ലാ സെക്രട്ടറിയാണ്. SFIയുടെ ഈ അഭിപ്രായത്തിനോട് ABVP പരിപൂർണമായി യോജിക്കുന്നു. കോളേജ് കത്തിക്കാനല്ല. ഒന്നാമത് എന്തുണ്ട് കേസെടുക്കാനെന്ന് ഇങ്ങനെ ചെവിയോർത്തിരിക്കുന്ന പോലീസുകാർ ഒരുപാട് നമ്മുടെ ചുറ്റിലുണ്ട്. 153B കലാപ ആഹ്വാനം നടത്തുകയാണ് SFIയുടെ ജില്ലാ സെക്രട്ടറി ചെയ്തത്. അത്ര കടുത്ത ഭാഷയൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ SFIയുടെ പത്തനംതിട്ട ജില്ലയുടെ അഭിപ്രായത്തിനോട് ABVP പൂർണ്ണമായി യോജിക്കുന്നു. ഒരു പെൺകുട്ടിക്ക് സ്വസ്ഥമായി പഠിക്കാനുള്ള സംവിധാനം ഈ കേരളത്തിലില്ല. ഇതിന് മറുപടി പറയേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ലേ, ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ലേ. അപ്പൊ ഞങ്ങളുടെ മാത്രം ആരോപണമല്ല ഇത്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹവും ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളോട് പറയുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അധിക നേരം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നിന്നും നടന്നുപോയാൽ മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് തികച്ചു വേണ്ട നടന്നുപോയാൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പത്തനംതിട്ട. ഇത് നമ്മൾ പറയാറുണ്ട്, മാനസികപരമായ പീഡനം അനുഭവിച്ചിട്ടാണ് അമ്മു മരണത്തിനിരയായത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതെന്ന്. 120 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ. 120 വിദ്യാർത്ഥികൾ ഒരു റൗണ്ട് ക്ലാസ് നടത്തും, 60 വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ കൊടുക്കും. കാര്യം 120 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനമില്ല. പാരലൽ കോളേജുകൾ തോറ്റുപോകുന്ന രീതിയിൽ അടച്ചിട്ട ഒരു മുറിയിൽ ഒരു ഗവൺമെന്റ് കോളേജ് അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുകയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ. ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ള വീടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി ഇത് കണ്ടിട്ടില്ല. ABVP ഒരു സമരം സംഘടിപ്പിച്ചപ്പോൾ ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. ശരി, അംഗീകരിക്കുന്നു, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആശയം കേരള ഗവൺമെന്റ് അംഗീകരിച്ചു. ആരോഗ്യ സർവകലാശാലയ്ക്ക് പരിമിതികളുണ്ട്. ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ കുട്ടിയുടെ വീട്ടിലെത്തി, CPASലെത്തി, ഹോസ്റ്റലിലെത്തി, ഈ ആശുപത്രിയിലെത്തി. ആശുപത്രിയിലെ ഡോക്ടർമാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള അധികാരം അവർക്കില്ല. അതുകൊണ്ട് ABVP ആവശ്യപ്പെടുകയാണ്, ഇവിടെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നടന്ന ഈ മാർച്ചിൽ ABVP ആവശ്യപ്പെടുകയാണ്, ഒരു ജുഡീഷ്യൽ എൻക്വയറി ഈ വിഷയത്തിൽ ആവശ്യമാണ്. BP ലോയായി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹൈപ്പോ വോളുമെട്രിക് ഷോക്ക്
എന്നാണ് ആ അവസ്ഥയുടെ മെഡിക്കൽ ടേം. അങ്ങനെയാണ് പെൺകുട്ടി മരിച്ചത്. കൃത്യസമയത്ത് ബ്ലഡ് കിട്ടാത്തത് കൊണ്ട് ഹൈപ്പോവോളമിക് ഷോക്ക്, ഇറ്റ് ലീഡ്സ് ടു കാർഡിയക് അറസ്റ്റ്. അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കാർഡിയക് അറസ്റ്റ് ആണ്, ഹൃദയസ്തംഭനമാണ്. അങ്ങനെയാണ് ആ കുട്ടി മരിച്ചത് എന്നുള്ള ആത്മഹത്യയെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ, ഒരു തവണ കൂടി ഞാൻ ആവർത്തിക്കട്ടെ, ബ്ലഡ് പ്രഷറിൽ 1.5 മണിക്കൂർ ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നിട്ടും ബ്ലഡ് പ്രഷർ ലോ ആയി കാർഡിയക് അറസ്റ്റിലൂടെയാണ് അമ്മു മരണപ്പെട്ടത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഉത്തരവാദി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പും അതിനെ നയിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുമാണ്. അതുകൊണ്ട് ABVP ആവശ്യപ്പെടുകയാണ്, ഈ ഡോക്ടർമാരെ ചോദ്യം ചെയ്യണം. എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അമ്മുവിന് നൽകി, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അമ്മുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്? ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരണമെങ്കിൽ ഒരു ജുഡീഷ്യൽ എൻക്വയറി വിഷയത്തിൽ ആവശ്യമാണ്. ഒരു മെഡിക്കൽ ബോർഡിനെ തന്നെ രൂപീകരിച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകണം. ഈ പ്രതിഷേധം ഇന്ന് ഇവിടെ അവസാനിക്കുന്നതല്ല.